ഇവിടെ നിന്ന് ബോഡികളെല്ലാം നമ്മൾ വന്നതിന് ശേഷം 3 ബോഡി നമ്മൾ കണ്ടു. ഇപ്പോൾ ഫയർഫോഴ്സ് അസിസ്റ്റൻറ്റ് ഓഫീസറായിട്ടുള്ള ഐബ് സാർ നമ്മൾ കൂടെ ചേരുകയാണ്. സാറ് ഇപ്പോൾ എത്ര ബോഡി സാർ? ഞങ്ങൾ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന 4 ബോഡി കിട്ടി. ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ആ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന ഒരാൾ ഞങ്ങൾ ഫസ്റ്റിൽ കിട്ടിയത് അവിടുന്ന് ഒരു 45 വയസ്സുണ്ടാവും. അയാളെ നമ്മൾ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഡൗട്ടാണ്, തൊട്ട് താഴെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ട് തോന്നിയിട്ടാണ് ഞങ്ങൾ തിരഞ്ഞു കഴിഞ്ഞപ്പം ഒരു ബോഡി കിട്ടി, ഒരു ബോഡി കണ്ടു. അപ്പോൾ ഞങ്ങൾ തിരഞ്ഞ വീട് നോക്കിയപ്പോൾ അതിനകത്ത് അവരെ ഭാര്യയും ഭർത്താവും ഒരു കൊച്ചും, അങ്ങനെ 3 ആളെ കിട്ടി ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ അവർ തമിഴ്നാട്ടുകാരാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മൊബൈൽ കിട്ടിയിട്ടുണ്ട്. അവരുടെ തമിഴ്നാട്ടുകാരാണെന്ന് പറഞ്ഞാൽ അവരുടെ ദൂരൈ. അപ്പോൾ അവരുടെ അനീത്തിയാണ്, ചേച്ചിയാണ് വിളിച്ചത്. അവരുടെ അനീത്തി ഭർത്താവും കൊച്ചുമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. പിന്നെ അവിടെ തൊട്ടടുത്തിന് താഴെ ഒരു വീട് പോയിട്ടുണ്ട്. അതിപ്പം നമുക്ക് മാൻ പവറിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ JCB വിളിച്ചിട്ടുണ്ട്, JCB തിരയുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുണ്ട്, അതുപോലെ തന്നെ അതും JCB കൊണ്ട് തിരയാനേ കിട്ടുള്ളൂ. മാൻ പവറിന് നമ്മൾ ആൾക്കാരുണ്ട്, തിരഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, ഈ വീടിൻ്റെ മണ്ണെല്ലാം കൂടിയിട്ട് അടിച്ചിട്ട് ഈ മേലേന്ന് വന്നിട്ട് ഈ വീടിൻ്റെ മുകളിൽ വന്ന് കിടന്നിട്ട് ജാമായിപ്പോയി. കട്ടിലടക്കം ജാമായി അതിൻ്റെ അടിയിലാണ് കിടന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു, രാവിലെ മുതൽ കഷ്ടപ്പെടുന്നു. 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ 3 ബോഡി നമുക്ക്. ബോഡി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ എന്തെല്ലാം പ്രൊസീജിയർ ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ കിട്ടി അതൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഞങ്ങൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മൾ വേറെ ഇൻക്വസ്റ്റ് ചെയ്ത് തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതെല്ലാം പിന്നീടുള്ള പോസ്റ്റ്മോർട്ടം പിന്നെ അനന്തര നടപടികൾ ഹോസ്പിറ്റലിന് സ്വീകരിച്ചുള്ളവർ. പിന്നെ ഇപ്പോൾ തരാണ് ഇപ്പോൾ ഇവിടെയാണ് കൂടുതൽ ബോഡിയുള്ളത്, ഇവിടെയാണ് കൂടുതൽ വീടുകളുള്ളത്. ഈ സൈഡിൽ കൂടെയാണ് വീടുകളുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ വീട് JCB കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഹിറ്റാച്ചി കൊണ്ടുവന്ന് നമുക്ക് തരയണം. അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ ഞങ്ങൾക്കൊരു ഒരാളുടെ താഴ്ചയാണ്, ഇപ്പോൾ ഇവിടെ ചതുപ്പായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്ക് മാൻ പവറിൽ തരയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ തിരയുന്നുണ്ട്, മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ JCB കൊണ്ട് ഞങ്ങൾ തിരയും. ഇന്നലെ ഞങ്ങൾ ക്രൂ ഉണ്ട്, എല്ലാ കേരളത്തിൽ നിന്ന് എല്ലാ സ്റ്റേഷനിലും ആൾക്കാരും, നമ്മുടെ ഫയർഫോഴ്സ് ജീവനക്കാരും മറ്റുള്ള സംഘടനകളും NDRF മിലിറ്ററിക്കാരെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ തരുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. CDV സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എല്ലാവരും തരുന്നുണ്ട്. എല്ലാ സഹകരണത്തോടു കൂടി നമുക്ക് കിട്ടുന്നുണ്ട്.